തങ്ങൾ പറഞ്ഞു, ഹജ്ജിന് പോയവനല്ല, പള്ളി കെട്ടിക്കൊടുത്തവനല്ല, വഅദ് പറയുന്നവനല്ല, ഖുർആൻ പഠിച്ചവനല്ല, സദക്ക ചെയ്തവനല്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 2 പെമ്മക്കളെ നേരെ ചൊവ്വ വളർത്തി വിവാഹം കഴിച്ചു കൊടുക്കുന്ന വാപ്പ നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ വെറുതെ കിട്ടുവോ സ്വർഗം? 21 വയസ്സ് വരെ സക്കറാത്തിന്റെ വലി വലിക്കണം, ഒന്നിനെ നേരെ ഒരെണ്ണത്തിന്. പടച്ചവനെ, ഇന്നത്തെ പെമ്പിള്ളാരൊക്കെ ഒരു 18 തികയാൻ വേണ്ടി വാപ്പമാര് വിടുന്ന പാടൊന്ന് കെട്ടിച്ചു വിടാൻ വളരെ പ്രയാസം. ഇപ്പൊ ഇനി എല്ലാത്തിന്റെയും അഹങ്കാരമൊക്കെ തീരുമല്ലോ. ഇനിയിപ്പൊ എന്തായാലും 21 ആയാലല്ലേ പറ്റത്തുള്ളൂ. അതിനു മുമ്പ് ഈ രജിസ്റ്റർ വിവാഹം ഒന്നും നടക്കത്തില്ലായിരിക്കില്ലേ? നിങ്ങളുടെ ഷോട്ടിലെ കമ്മിറ്റിയിലൊക്കെ ഇനിയിപ്പോ എന്താ മേടിക്കാൻ? എന്താപ്പാ, എന്ത് ജീവിതം, അടിയും ബഹളവും. ഈ അടുത്ത് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. വിവാഹ ജീവിതത്തിന്റെ വിലയും ഗുണമൊന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട്. നിസാര കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ വിവാഹ ബന്ധങ്ങൾ മുറിച്ചു കളയുന്നവരുണ്ട്. ഈ അടുത്ത് നടന്ന ഒരു സംഭവം, ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു വിട്ടു. സ്ഥലമൊന്നും ഞാൻ പറയണില്ല, ദൈവല്ലേപ്പാ, അടിയെതിരെ വരുന്ന അറിയില്ലല്ലോ. ഒരു കല്യാണം കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പെൺകൊച്ചു കുളിക്കാൻ പോകുമ്പോൾ ഒരു സോപ്പ് കൊണ്ടുപോകും. കുളിക്കാൻ പോകുന്ന സമയത്ത് ഒരു സോപ്പുമായിട്ട് കുളിപ്പരയെ പോകും, കുളിക്കും. കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ സോപ്പ് തിരിച്ച് റൂമിൽ കൊണ്ടുവെക്കും. ഇത് തെറ്റാണോ? നിങ്ങൾ പറയുന്നത് തെറ്റാണോ? ആ പെൺകുട്ടി ഇങ്ങനെ എന്നും കുളിക്കാൻ പോകുമ്പോൾ സോപ്പ് കൊണ്ടുപോകും, കുളിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ കൊണ്ടുവെക്കും. ഇത് ഭർത്താവിന്റെ സഹോദരി കണ്ടു. സുബ്ഹാനല്ലാഹ്, പിന്നെ പറയണോ? ഇത് ഭർത്താവിന്റെ സഹോദരി കണ്ടു. പിന്നെ ചോദ്യമായി, എന്താ ഇവിടെ ആർക്കെങ്കിലും പകരുന്ന രോഗമുണ്ടോ? നീ സോപ്പ് ഇങ്ങനെ കൊണ്ടുപോകുന്നല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, ഇപ്പൊ കൊച്ചു വീട്ടില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കഴിഞ്ഞു, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. കുളിക്കാൻ കൊണ്ടുപോയ സോപ്പ് തിരിച്ച് തന്റെ റൂമിലേക്ക് കൊണ്ടുവച്ചു. അത് പറഞ്ഞു 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 എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും കൂടെ അപ്പുറം ഇപ്പുറം ഇരുന്നാൽ തീരാനുള്ളതും. എത്ര വലിയ വിഷയമാണെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു കസേരയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് ഒരു 5 മിനിറ്റ് ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചാൽ തീർന്നു സർവ്വടിയും ബഹളവും. പക്ഷെ സമ്മതിക്കൂലല്ലോ. ആര്? സ്വന്തം ബാപ്പായുമായി, സ്വന്തം മാതാപിതാക്കൾ തന്നെ. പെൺകുട്ടിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇല്ല, സംസാരിക്കാൻ പോലും അവകാശമില്ലല്ലോ. പിന്നെ സംസാരിക്കുന്നതൊക്കെ ഇവരൊക്കെ. ആ പാവത്തിന്റെ ജീവിതം പോകുന്നു. എത്രയോ മക്കൾ യതീമികളായി പോകുന്നു. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കുടുംബജീവിതത്തിന്റെ വിലയും ഏറ്റവും ശൈത്താന് വളരെ സന്തോഷമാണ്. ശൈത്താൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഒരു തലാക്ക് സംഭവിക്കുമ്പോഴാണ്. ആ തലാക്ക് സംഭവിക്കുന്ന സമയം ഇബ്ലീസിന് വലിയ സന്തോഷം. അള്ളാഹുവിന്റെ അർശ് പോലും കുലുങ്ങുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പള്ളിക്കാരോട് പറഞ്ഞു, തലാഖിന്റെ കാര്യത്തിൽ തലയിട്ടേക്കരുതെന്ന്. കാരണം എന്ത്? അത് അള്ളാഹിന്റെ അദാബ് ഇറങ്ങുമല്ലോ. അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുന്ന കാര്യങ്ങളാണ്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നിങ്ങളപ്പം ചോദിക്കൂ, ഉസ്താദെ, അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം? പെണ്ണുമ്പിള്ള എന്ത് കാണിച്ചാലും ക്ഷമിച്ചും സഹിച്ചും ജീവിക്കണോ? അല്ലേ? ചിലരുടെ നോട്ടം കാണുമ്പോൾ ചില പെണ്ണുങ്ങൾ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ ബന്ധപ്പെടിയേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. എപ്പോഴും അള്ളാഹ് പറഞ്ഞെന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എടാ, നിന്റെ ഭാര്യ എത്ര കൊള്ളാത്തവളാണെങ്കിലും എത്ര മോശക്കാരിയാണെങ്കിലും പറ്റുമെങ്കിൽ നീ അവൾക്കൊരവസരം കൊടുക്കുക, അവളുടെ കൂടെ ജീവിക്ക്. നിനക്ക് അയ്യൂബ് നബിയുടെ പ്രതിഫലം അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവിടെ നിന്ന് പറഞ്ഞത്, എടാ, ഭാര്യയുടെ പീഡനം, അവളുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും എല്ലാം നീ അങ്ങ് ക്ഷമിക്ക്. നിനക്ക് എന്തിനും അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രതിഫലം അല്ലാഹു സ്വർഗ്ഗം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുപോലെ തന്നെ പെണ്ണിനോടും പറഞ്ഞു, ഭർത്താവ് അല്ലാഹുവേ 2-3 മക്കളായി പോയി, കുടിയന, അടിക്കും, ബഹളമാണ്, സമാധാനമില്ല, എന്ത് ചെയ്യാനാ ഉസ്താദെ? ക്ഷമിക്കു പെങ്ങളെ. അല്ലാഹു നിനക്ക് ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ. ഫിർഔൻ, അവൻ ആരാന്നറിയാലോ? അവന്റെ ഭാര്യയായിരുന്നു ആസിയ ബീവി. ആ ആസിയ ബീവിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിച്ച് ജീവിക്കുന്ന ഭാര്യയ്ക്ക് അല്ലാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ ആ ഭാര്യയും ഭർത്താവും അങ്ങനെ ആകണം. സ്നേഹവും എല്ലാ കാര്യങ്ങളും. പിന്നെ കുടുംബജീവിതത്തിൽ അടിയും ചട്ടിയും കലവാകുമ്പോൾ തട്ടിയും മുട്ടിയും കിടക്കും, അത്ര തന്നെ. പക്ഷെ അതൊക്കെ 1 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാ, അത്രയേ ഉള്ളൂ. പക്ഷെ അതിങ്ങനെ പെരുപ്പിച്ചുകൊണ്ട് അവസാനം തലാഖിൽ വരെ എത്തുന്ന ജീവിതമായി ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ തന്റെ പൊന്നാര മകള് അവിടെ നിന്ന് വന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കൊടുക്കുന്നു, എല്ലാം കൊണ്ടുപോയില്ല, ഞങ്ങൾക്ക് ഇവിടെ വെച്ചിട്ടാ പോയെ. ഒന്നുമില്ലായിരുന്നു സഹോദരങ്ങളെ. എല്ലാം അള്ളാന്റെ ദീനിനു വേണ്ടി, എല്ലാം പടച്ച റബ്ബേ മുത്തുനബിക്ക് വേണ്ടി കൊടുക്കുമായിരുന്നു. അത്രയ്ക്കും വല്ലാത്ത സ്നേഹമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ആ സ്വഹാബിയോട് വല്ലാത്ത സ്നേഹം.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അബൂബക്കറിന്റെ മനസ്സ് വേദനിക്കുന്നത് പോലും പ്രവാചകന് സഹിക്കാൻ കഴിയില്ലായിരുന്നു. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരിക്കലതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കരഞ്ഞ കണ്ണുമായി കടന്നു വരികയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് നിറകണ്ണുകളോട് വളരെ പ്രയാസത്തോടുകൂടി അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, അബൂബക്കറേ, എന്താണ് നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? നീ കരയുകയാണോ? എന്താണ് നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഉമർ എന്നോട് മിണ്ടുന്നില്ല നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും രണ്ടുപേരും എന്തോ ഒരു കാര്യം പറഞ്ഞു പിണങ്ങി. കൂട്ടുകാരാണല്ലോ, രണ്ടുപേരും സഹാബികളാണല്ലോ. അവിടെ നിന്ന് രണ്ടുപേരും എന്തോ ഒരു കാര്യം പറഞ്ഞു പരസ്പരം പിണക്കമായി. രണ്ടുപേരും മിണ്ടാതായി. അബൂബക്കർ തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വീടിന്റെ മുന്നിൽ ചെന്ന് സലാം പറഞ്ഞു. അവിടെ നിന്ന് പടച്ചവനെ പിണക്കം മാറ്റുന്നതിന് വേണ്ടി, ആ ഒരു ചെറിയ പിണക്കം മാറ്റാൻ അബൂബക്കർ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വീടിന്റെ മുന്നിൽ ചെന്ന് സലാം പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, സലാം അടക്കി. പക്ഷേ ഉമറിന്റെ മുഖത്തൊരു സന്തോഷമില്ല. ഉമറിന്റെ മുഖത്തൊരു സന്തോഷമില്ല. അബൂബക്കർ തങ്ങൾക്ക് വല്ലാത്ത വേദനയായി. അവിടെ നിന്ന് വീട് വിട്ടിറങ്ങി വരികയാണ്. അവിടെ നിന്ന് വീട് വിട്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു പോവുകയാ. പടച്ചവനെ, അബൂബക്കർ തങ്ങൾ മടങ്ങിപ്പോയി കഴിയുമ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മനസ്സിൽ വല്ലാത്ത വേദനയായി. എന്റെ വീട്ടിൽ വന്നല്ലോ, എന്റെ വീട്ടിൽ വന്ന് സലാം പറഞ്ഞല്ലോ, എന്നിട്ട് പോലും എനിക്കവനോട് മിണ്ടാൻ പറ്റിയില്ലല്ലോ. അബൂബക്കറിന്റെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇറങ്ങി ഓടുകയാണ്. അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അവിടെ നിന്ന് പറഞ്ഞു, അബൂബക്കർ എവിടെ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, നബിയേ, ഉമർ എന്നോട് മിണ്ടുന്നില്ല നബിയേ. ഉമറിന്റെ വീട്ടിൽ പോയി ഞാൻ സലാം പറഞ്ഞിട്ട് പോലും, ഞാൻ അവിടെ പോയി തെറ്റിദ്ധാരണ മാറ്റിയിട്ട് പോലും എന്നോട് മിണ്ടുന്നില്ലെന്ന് പ്രവാചകനോട് അബൂബക്കർ തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓടി വരികയാ. ഉമർ തങ്ങൾ ഓടി വരുമ്പോ പടച്ചവനെ, മുത്തുനബിയുടെ മുഖമെല്ലാം ചുമന്ന് തുടുത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമെല്ലാം അല്ലാതെ ചുമന്നിരിക്കുകയാണ്. അബൂബക്കർ തങ്ങൾ പോലും പേടിച്ചുപോയി. അബൂബക്കർ തങ്ങൾ പോലും പേടിച്ചുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓടി വന്നിട്ട് തന്റെ മുട്ടുകുത്തി മുത്തുനബിയുടെ മുന്നിലിരുന്നു. മുട്ടുകുത്തിയിട്ട പ്രവാചകന്റെ മുന്നിലിരുന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ കയ്യിലാണ് നബിയേ തെറ്റ്. ഞാനാണ് തെറ്റ് ചെയ്തത്, ഞാനാണ് തെറ്റ് ചെയ്തത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് മുട്ടുകുത്തിയിരുന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഉമറേ, എന്റെ അബൂബക്കറിന്റെ മനസ്സ് നീ വേദനിപ്പിച്ചില്ലേ? എന്റെ അബൂബക്കറിന്റെ മനസ്സ് നീ വേദനിപ്പിച്ചില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അത്രയ്ക്കും സ്നേഹമായിരുന്നു. അബൂബക്കറിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അവര് തമ്മിലുള്ള ബന്ധം അങ്ങനായിരുന്നു. പടച്ചവനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവസാനം അവിടെ നിന്ന് മുത്തുനബിയുടെ ചാരത്ത് വെച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊരുത്തം ചോദിച്ചു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മളും പരസ്പരം പിണങ്ങുന്നവരാ. നമ്മുടെ മുന്നിൽ വന്ന് സലാം പറഞ്ഞാൽ ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്തവനാകട്ടെ, അവൻ നമ്മുടെ മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞാലും നമ്മളിൽ ചിലര് ക്ഷമിക്കാൻ തയ്യാറല്ല. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു, ഒരു ഹദീസ് പഠിച്ചോ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും ഒരാൾ നമ്മളോടൊരു തെറ്റ് ചെയ്തു,
ആ തെറ്റ് ചെയ്തവൻ നമ്മുടെ മുന്നിൽ വന്നിട്ട് തെറ്റേറ്റു പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തു പോയി, നീ പൊരുത്തപ്പെട്. ഒരാളൊരു തെറ്റ് ചെയ്തിട്ട് അവൻ നമ്മുടെ മുന്നിൽ വന്നിട്ട് പറയുകയാ, അവൻ പൊരുത്തപ്പെടാൻ. അവൻ വന്നിട്ട് നമ്മുടെ മുന്നിൽ വന്നു മാപ്പ് പറഞ്ഞു. എന്നാ ചിലരെന്താ പറയാ, വാശി വിട്ടുകൊടുക്കൂല. നീ ആരെയൊക്കെ കൊണ്ടുവന്നാലും ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല, പോടാ, ഇനി നീയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹദീസ് നല്ലതുപോലെ ഓർക്ക്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ഒരാള് നമ്മുടെ മല്ലം യുഖബ്ബൽ ഉർഫ്, അവിടെ നിന്ന് ഒരാള് വന്നിട്ട് ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ അവൻ നമ്മുടെ മുന്നിൽ വന്നു മാപ്പ് പറഞ്ഞു. പ്രവാചകൻ പറയുന്നു, കാദിബൻ അല്ലെങ്കിൽ അവൻ കള്ളം പറയട്ടെ, അവൻ സത്യം പറയട്ടെ, എന്തും പറയട്ടെ, ഒരാള് തെറ്റ് ചെയ്തതിന്റെ പേരിൽ അയാൾ നമ്മുടെ മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞു. അത് കള്ളമാകട്ടെ, സത്യമാകട്ടെ, എന്തുമാകട്ടെ, അവൻ മാപ്പ് പറഞ്ഞാൽ പൊരുത്തപ്പെടണം. അങ്ങനെ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ മരിച്ചാലും വിട്ടുകൊടുക്കൂല. മരിച്ചാ പോലും ഞാൻ പൊരുത്തപ്പെടില്ല. ഇനി ആരൊക്കെ അവന് വേണ്ടി എൻ്റെ അടുത്ത് എന്തു പറഞ്ഞാലും പോയി വാശി എങ്കിലും കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫലാ യരിദു അലാ ഹൗലി യൗമൽ ഖിയാമ. തെറ്റ് ചെയ്തു പോയതിന്റെ പേരിൽ ഒരു മനുഷ്യൻ നമ്മുടെ മുന്നിൽ വന്ന് അവന് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ, മാപ്പ് പറഞ്ഞിട്ടും ക്ഷമിച്ചു കൊടുക്കാത്തവനെ, പൊരുത്തപ്പെട്ട് കൊടുക്കാത്തവനെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ പരലോകത്ത് പടച്ചവന് അല്ലാഹുവേ, മുത്തുനബിയുടെ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന അതാ വെള്ളമുണ്ടല്ലോ, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. ഖുർആൻ പറഞ്ഞു തന്ന ഹൗദുൽ കൗസർ അത് സ്വർഗ്ഗത്തിലല്ല സഹോദരാ. ഹൗദുൽ കൗസർ എന്ന് പറയുന്ന വെള്ളം സ്വർഗ്ഗത്തിൽ കിട്ടുന്നതല്ല, അത് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് കുടിക്കാൻ കിട്ടുന്ന വെള്ളമാണ്. ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദാഹിക്കുകയില്ലല്ലോ. അല്ലാഹുവേ പടച്ചവനെ, റബ്ബിന്റെ ഭയാനകമായ മഹ്ശറയിൽ വെച്ച് മുത്തുനബി കോരിത്തരുന്ന ഹൗദുൽ കൗസർ എന്ന് പറയുന്ന വെള്ളമുണ്ടല്ലോ, അല്ലാഹു അത് കുടിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രവാചകൻ അവിടെയാണല്ലോ നമ്മളെ കാത്തു നിൽക്കുന്നത്. എല്ലാവരും ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് പേടിച്ചു വിറച്ചുകൊണ്ട് ഒരു ജാണ മുകളിൽ സൂര്യൻ നിൽക്കുന്ന ദിവസം, അല്ലാഹുവിന്റെ ചെമ്പിന്റെ തറയിലെ വിചാരണയ്ക്ക് നിൽക്കുന്ന സമയമുണ്ടല്ലോ, വല്ലാത്ത ചൂടിന്റെ അകത്ത് കിടന്ന് റബ്ബ് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് എണ്ണി എണ്ണി കണക്ക് പറയുന്ന പരലോകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ വേറൊരു തണലുമില്ലാത്ത ദിവസമുണ്ടല്ലോ. അന്ന് ജനങ്ങൾ മുഴുവൻ ദാഹിച്ചു വലയുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ ഹൗദുൽ കൗസറിലെ വെള്ളമം കോരി കയ്യിൽ പിടിച്ചിട്ട് മുത്തുനബി നോക്കി നിൽക്കുകയാണ്. അല്ലാഹുവേ, തന്റെ ദാസന്മാർക്ക് കൊടുക്കാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, തെറ്റ് ചെയ്തിട്ട് തന്റെ മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞിട്ട് ഒന്ന് പൊരുത്തം കൊടുക്കാൻ കഴിയാത്തവര്, ഒന്ന് താന്നു കൊടുക്കാൻ കഴിയാത്തവര്, ഈഗോ കാരണം, നിന്റെ ഈഗോ കാരണം ഒന്ന് പരിഗണന കൊടുക്കാത്തവര്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നാളെ എന്റെ ഹൗദിന്റെ ചാരത്ത് നിനക്ക് സ്ഥാനമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദുൽ കൗസറിന്റെ ചാരത്ത് പോലും നിനക്ക് സ്ഥാനമുണ്ടാകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എടാ, ഒരുത്തൻ തെറ്റ് ചെയ്തു, ആ തെറ്റ് എന്റെ മുന്നിൽ വന്ന് ഞാൻ ചെയ്ത തെറ്റ് പൊരുത്തപ്പെട്ടത്, അവൻ കള്ളം പറയട്ടെ, സത്യം പറയട്ടെ, വന്ന് ചോദിച്ചാൽ പൊരുത്തപ്പെട്ടേക്കണം. ഇല്ല, ഞാൻ പൊരുത്തപ്പെടൂല, മരിച്ചാലും പൊരുത്തപ്പെടൂല, പള്ളിപ്പറമ്പിൽ പോയാലും പൊരുത്തപ്പെടൂല, പോടാന്ന് പറഞ്ഞ് കളിയാക്കിയാൽ നാളെ അള്ളാന്റെ ഹൗദിൻ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദുൽ കൗസറിന്റെ ചാരത്ത് നമ്മൾ ആട്ടിക്കളയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിട്ടുവീഴ്ചകൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലെ ഒരു വലിയ ഗുണമായിരുന്നു വിട്ടുവീഴ്ച ചെയ്യുക. കരുണവല്ലാതെ കാരുണ്യം, വിട്ടുവീഴ്ച ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്വഹാബത്തിന്റെ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. ഏതൊരു കാര്യങ്ങൾക്കും വേണ്ടി വല്ലാതെ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന സഹാബി, മുത്തുനബിക്ക് വേണ്ടി എന്തിനും തയ്യാറായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. പാവപ്പെട്ടവരെ കണ്ടു കഴിഞ്ഞാൽ, പാവപ്പെട്ടവർ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല.